ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ചേട്ടാ, നിങ്ങൾ വെറുതെ ഒരു ആക്ഷൻ ഒക്കെ കൊടുക്കണം. നിങ്ങൾ വെറുതെ വടി വരുന്നത് ചുമ്മാ നിങ്ങൾ വെറുതെ വടി ചിലതൊക്കെ കൊടുക്കണം. ചില മൂവ്മെൻറ്റ് ചിലതൊക്കെ ഞാൻ പറഞ്ഞ മൂവ്മെൻ്റ് ഉണ്ടാവും, പാട്ട് വരില്ല. മൂവ്മെൻറ്റ് മാത്രമാവും. അത് നിങ്ങളെന്താ എങ്ങനെ പഠി നിങ്ങൾ ആക്ട് ചെയ്ത് നിങ്ങൾ പാട്ട് കൊണ്ട് കളഞ്ഞല്ലോ, നിങ്ങൾ ആക്ട് ചെയ്തല്ലോ എന്തിനാ? അപ്പോൾ അത് ചീത്ത പറയും നമ്മൾ. അത് ഒരാൾ ചെയ്തിരുന്നുള്ളൂ മൂവ്മെൻറ്റും, ഒറ്റ ഒരാൾ കിഷോർ കുമാർ. ഗ്രേറ്റ്. അയാൾ വീഴും കിടക്കും, പക്ഷെ പാട്ട് കറക്റ്റായിരിക്കും. അത് കഴിവാണ്. ഇന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പാട്ട് നന്നായിരിക്കില്ല. മൂവ്മെൻ്റൊക്കെ ഗംഭീരവും. പിന്നെ അതിന് കഴിവുള്ളൊരു അതൊക്കെ വെസ്റ്റേൺ ഇതാണ്. അവർക്ക് അതിന് കഴിവുണ്ട്. നിങ്ങളത് മനസ്സിലാക്കും. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഇങ്ങനെ മൂവ്മെൻറ്റും ബഹളം കൂട്ടിയാലും അവരെ കയ്യിൽ നിന്ന് പാട്ട് വിട്ട് പോവില്ല. അതിനെ അനുകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജനങ്ങളെ അപ്പം ജനങ്ങൾ ഈ ഇവൻ്റെ ആക്ഷൻ കണ്ടിട്ട് ജനങ്ങൾ ഭയങ്കരമെന്ന് പറയും. ഭയങ്കര കിടന്ന് എന്നൊക്കെ പറഞ്ഞ കടറില്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവൻ ആൾ ഭയങ്കരനാണ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടെന്ന് നമുക്ക്. ഇത് ആക്ഷൻ മാത്രമേ ഉള്ളൂ. കിടന്ന് കാണിക്കുമ്പോൾ കണ്ടേ ഇല്ല, ശരിയല്ലേ? ഞാൻ ഇയാൾ കിടന്ന് കഷ്ടപ്പെട്ട എന്തിനാണ്? കഴിഞ്ഞാൽ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് പണി തീരുവാൻ്റെ പഠിച്ചു പോകും. സംഗീതം എന്ന് പറഞ്ഞാൽ ഇതാണോ സംഗീതം? സംഗീതം ഫാസ്റ്റ് സോങ്സ് തന്നെ ഈ ഗോഷ്ടി കാണിക്കാണ്ട് വായിക്കാൻ പറ്റുമത്. അത് പ്രാക്ടീസ് വേണം. എന്നെ ആ സ്റ്റീഫൻ ദേവസിൽ കൂടി എന്നെ തല്ലും കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട, എന്നെ തല്ലിക്കൊല്ലും. ഏട്ടൻ നിങ്ങൾ എന്താ പറഞ്ഞത് ഈ ഇടപാട്? ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ട് എന്തൊക്കെയാണ് കാണിക്കാൻ. പക്ഷെ അത് നല്ലതാണ്. ആൾക്കാർ എന്തെങ്കിലും അടുത്ത പ്രോഗ്രാം കിട്ടാനാണ് അപ്പം വല്ലാണ്ട് കഷ്ടപ്പെടണം. അടുത്ത കൊണ്ട് ഒരു പടം കൊണ്ട് കൊടുത്തേക്കാം, ഒരു അടുത്ത ചാൻസും കൊടുക്കാം. ഇത്ര ഇതിനൊരു ബുദ്ധിമുട്ടല്ലേ? ഇതോടുകൂടി നമ്മുടെ പരിപാടിയൊക്കെ തീർക്കുമെന്ന്. ഇന്നത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ ഓർക്കസ്ട്ര കൂടുതൽ കേൾപ്പിക്കുക, പാട്ട് അധികം കേൾപ്പിക്കേണ്ട എന്നുള്ളത്. പാട്ടില്ലെങ്കിലും ഓർക്കസ്ട്ര ഗംഭീരമായിട്ട് വരണം എന്നാണ് അവരുടെ. ഇന്നത്തെ പല സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഈ കീബോർഡ് എന്ന് പറഞ്ഞൊരു ദുരന്തം കേട്ടോ. അത് പിന്നെയാണ് സംഗീതത്തിൻ്റെ ഒരു അമ്മ ഈ ഇതായിട്ട് സിത്താറെന്നോ ഫ്ലൂട്ടെന്നോ തബല എന്നോ വീണ എന്നോ ഇതൊക്കെ ഇങ്ങനത്തെ പാട്ട് ഇതല്ലേ മാനുവൽ ഇതാണ്. എന്ന് ഇലക്ട്രിഫൈ ചെയ്തു അന്ന്. എന്നുവെച്ചാൽ ഈ ഇലക്ട്രോണിക് ഇപ്പോൾ കീബോർഡിലൊന്നും ഒരു വികാരം ഉണ്ടാക്കാൻ കഴിയില്ല. എങ്ങനെ കീബോർഡ് വികാരം ഇപ്പോൾ ഒരു പാട്ട് വായിച്ച് അതിലുള്ള ഈ ഇൻ ബിറ്റ്വീൻ നോട്ട്സ് എന്ന് പറയും, അത് ഉണ്ടാവില്ല. നോട്ട്സിന് ഒരു നോട്ടിൻ്റെ പിന്നിൽ ഈ രണ്ട് നോട്ടിൻ്റെ ഇടയിലുള്ള ഇതുണ്ടല്ലോ, അതിലാണ് വികാരം കൊണ്ടുവരാൻ പറ്റുക. അത് ഇതിനകത്ത് കഴിയില്ല. ഒട്ടകം എന്നുള്ള സിനിമയുണ്ട്. ഒട്ടകം എഴുതിക്കോളൂ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ ഒട്ടകം എന്നുള്ള സിനിമയിൽ പണ്ട് പാടിയതാണ്. ഞാനും LR ഈശ്വരിയും കൂടി ഒരു യുഗ്മഗാനം പാടി. പച്ചത്തെറിയ പോരെ. അതിനകത്ത് അത് കേട്ടിട്ട് എന്നെ ദേവരാം മാഷ് ചീത്ത പറഞ്ഞു, നീ എന്താണ് ഈ പാട്ട് പാടി വെച്ചു. ഞാൻ ലിറിക്സ് ശ്രദ്ധിച്ചില്ല. അന്ന് പാടി കാശം മേടിച്ച് വെള്ളം മേടിച്ചിട്ട് പോയ ഭക്ഷണം കഴിക്കണ്ടേ. അന്നൊക്കെ പഴയ കാലമാണ്. 35 വർഷം 40 വർഷം 30 വർഷം ഉള്ള കാലമാണ്. പാടി വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് പാട്ട് ശ്രദ്ധിച്ചപ്പോഴും അയ്യോ ഇതാണ് പാടിയത്. ഭയങ്കര മഹാ അശ്ലീലമാണ് അത്. അറിഞ്ഞില്ല നമ്മൾ. അപ്പം ദേവരാം സാറ് കേട്ടു, നീ എന്തിനാണ് ഈ കണ്ണിക്കണ്ട വൃത്തിയുടെ പാട്ടൊക്കെ? ഞാൻ എനിക്ക് ഓർമ്മയില്ലേ ഇത് പാടി എന്താ കേട്ടോ? എന്താ വൃത്തിയുടെ കണ്ണിക്കണ്ട തെറി പാടിയെന്ന്?
ഇമാരി പാട്ട് പാടി നിന്നെ ഇല്ല സാർ ഇത് പാടില്ല. ഒട്ടകം എന്ന സിനിമയിൽ ഒരു അശ്ലീല ചുവയുള്ള ഗാനങ്ങൾ ജയേന്ദ്രൻ എല്ലാ റേച്ചിലും കൂടി പാടിയിരുന്നു. അത് പറഞ്ഞ പലർക്കും വിഷമവും, പലരും പല പ്രഗത്ഭരും എൻ്റെ ഞാൻ പാടിയ പാട്ടുമാരി അവർ പാടിയിട്ടുണ്ട്. ഞാൻ പാടിയ പാട്ട് എൻ്റെ ശബ്ദം മാറ്റി അവർ പാടി. ഇളയരാജ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വള്ളി 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 എന്ന വന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ പാടിയ പാട്ട് ഇളയരാജ എൻ്റെ ശബ്ദം മാറ്റി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടി ഇറക്കിയിട്ടുണ്ട്. ഒന്നല്ല 2-3 പാട്ട് ഇളയരാജ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുണ്ടായിട്ടുണ്ട് ഞാൻ പറയണ്ട. പക്ഷേ അത് അവർക്ക് ഇതാവും, വേണ്ട പറയണ്ട. ഞാൻ പാടിയ പാട്ട് അവർ പാടി ഇറക്കി. പക്ഷെ ഞാനതൊന്നും തളർന്നില്ല. ബിക്കോസ് എനിക്ക് ഇതൊന്നുമല്ല നമ്മൾ എത്രയോ സംഖ്യം പാട്ട് പാടി, ഇതൊന്നുമല്ല നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ. ജനങ്ങളുടെ മനസ്സിൽ ജയേന്ദ്രൻ അതല്ലല്ലോ. ഇങ്ങനെ 2 പാട്ട് നഷ്ടപ്പെട്ടാൽ എനിക്ക് വിഷമിക്കേണ്ട. അപ്പോൾ പലർക്കും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ശ്രോതാക്കൾക്കും ഭയങ്കര വിഷമമായി. അവരിത് കേട്ടിട്ട് വലിയ വിഷമമായി. ഞാൻ പറയും എനിക്ക് വിഷമമില്ല, എനിക്ക് യാതൊരു വിഷമമില്ല. ഇതിനകത്തൊക്കെ എന്ത് ഞാൻ ഇതൊക്കെ ഇപ്പം പോയാൽ ഇതാ മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി ഏതോ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ. കൂട്ടുകൂടി കിണുങ്ങി മിഴി